എന്തിന്? എന്നിൽ നിന്ന് രക്ഷപ്പെടാനോ? എടി, നിന്നെ കൊല്ലണമായിരുന്നെങ്കിൽ അതെനിക്ക് എന്നെ കഴിയുമായിരുന്നു. നിനക്ക് ബോധം വീഴുന്നതിന് മുമ്പ് ഇന്നലെ നടുക്കടലിൽ കൊന്ന് വലിച്ചെറിയാമായിരുന്നു. എന്റെ വാക്കുകൾക്ക് നീ എന്നും കാതടച്ചിട്ടേ ഉള്ളൂ. ഇനി നീ കേട്ടല്ല, തൊട്ടറിയണം, കണ്ടറിയണം. നോക്ക്. ജൂലി, ലക്ഷ്മി, ലക്ഷ്മി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്റെ ലക്ഷ്മി തന്നെ. യെസ്, ഐ ആം അലൈവ്. നീ ഉണരാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പാതി മയക്കത്തിൽ എന്നെ കണ്ടാൽ നീ ഭയക്കൊന്ന് ഹരിയേട്ടൻ പറഞ്ഞു. ഈ സ്ഥലം ഇതെവിടെയാണ്? മംഗലാപുരം, എന്റെ ചെറിയച്ഛന്റെ വീട്. ചെറിയച്ഛനോ? അതൊക്കെ പറയാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നീ കത്തി എരിഞ്ഞ് അലറി നിലവിളിച്ചത്. ഒരു തീപ്പൊള്ളലിന്റെ പാട് പോലുമില്ല. അപ്പോ അന്ന് മരിച്ച സ്ത്രീ ആരാണ്? ആരോ, പേരെനിക്കറിയില്ല. ഹരി എന്തിനാ അവരെ കൊന്നത്? കൂടെ ഡോക്ടർ ശശിവർമ്മയും അല്ലേ? ലക്ഷ്മി, ഹായ്. ഒറ്റയ്ക്കുള്ളൂ? അതെ, ഹരിയേട്ടന് തിരക്കാ. ഹരിയേട്ടൻ? ഓ, ഹരി. ഹണിമൂൺ എൻജോയ് ചെയ്യാതെ ഭാര്യയെ ഒറ്റയ്ക്ക് വിടുന്ന കസ്മലൻ. വെരി ബാഡ്. ആ ദുഷ്ടനോടൊന്ന് പറ, ദാ ഒരു സ്കേപ്പ് ഗോട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു, വീട്ടിൽ വിളിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ശാപ്പാടെങ്കിലും തരാൻ. ഓ, അതിനെന്താ, എപ്പോ വേണമെങ്കിലും വരാലോ. ഷുവർ? ഞാൻ ഹരിയേട്ടനോട് പറയാം. ഡോക്ടർ അവിടെ വന്ന് ക്ഷണിക്കും. ഇത് പാക്ക് ചെയ്യൂ. ശരി മാഡം. ഡോക്ടർ ഒന്നും സെലക്ട് ചെയ്തില്ലേ? ഞാൻ ഡ്രസ് എടുക്കാൻ വന്നതല്ല, ഈ പേഷ്യന്റിനെ തേടി ഇറങ്ങിയതാ. വട്ടുള്ളവരൊക്കെ ഇപ്പൊ പുറത്തല്ലേ? ഞാൻ വരട്ടെ. ആ ലക്ഷ്മി, നിൽക്ക്. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. യാതൊരു സഭാകമ്പവും ഇല്ലാതെ അന്നൊരു സ്റ്റൈലൻ കീസോഫ്രേനിയ പെർഫോമൻസ് നടത്തിയ തനിക്ക് ഇത്രയ്ക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല? നോ, ഇറ്റ് വാസ് നോട്ട് എ പെർഫോമൻസ്. ബട്ട് സി ലക്ഷ്മി, ഭ്രാന്തുള്ളവർ എനിക്ക് വട്ടില്ല ഡോക്ടറെ എന്ന് പറയും. നോർമലായ ആരും ഭ്രാന്തുണ്ടെന്നും പറയില്ല. എന്റെ ഹോസ്പിറ്റലിൽ എല്ലാ മുറിയിലും മൈക്രോഫോൺസ് ഉണ്ട്. താനെന്ന് ജൂലിയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഓക്കെ ഡോക്ടർ, സീ യു ലേറ്റർ. ലേറ്റർ? ഇനിയും ലേറ്റർ? നോ നോ, സൂണർ ദ ബെറ്റർ. വാട്ട് നോൺസെൻസ്. കൈയെടുക്കൂ. എടുത്തില്ലെങ്കിലോ? എടുത്തില്ലെങ്കിൽ നീ എന്തോ ഇവിടെ കൈവയ്ക്കും. കാറിന്റെ ഡോറി മാത്രമല്ല, മറ്റു പലയിടത്തും തടയോ നീ? നോ, യു കനോട്ട്. അന്ന് നീ തകർത്തത് എന്റെ പബ്ലിക് ഇമേജ് മാത്രമല്ല, ആത്മാഭിമാനം കൂടിയാണ്. അത് റിപ്പയർ ചെയ്യണം. യു ഹാവ് ടു റിപ്പയർ ഇറ്റ് വിത്ത് യുവർ ബോഡി ഓൺലി വൺസ്. സീ, ഐ ആം എ സൈക്കാട്രിസ്റ്റ്, ഭ്രാന്തുള്ള മനഃശാസ്ത്രജ്ഞൻ. ഓക്കെ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എ സീക്രട്ട്. വേറെ ആരും അറിയില്ല, അറിയരുത്. ഐ ആം റിപ്പീറ്റിംഗ്, വൺസ്, ഓൺലി വൺസ്. ഓക്കെ,
റിലാക്സ്. See you later. വീട്ടിലെത്തിയ ഉടനെ ഞാൻ ഹരിയേട്ടന് ഫോൺ ചെയ്തു. പ്രസ് ക്ലബിൽ, ഫ്രണ്ട്സിന്റെ വീടുകളിൽ, പിന്നെ പതിവായി പോകാറുള്ള എത്രയോ നമ്പറുകളിൽ. എവിടെയും ഹരിയേട്ടന് കിട്ടിയില്ല. ഒരേ ആൻസർ, ജസ്റ്റ് ലെഫ്റ്റ്. പ്രസ് ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്കൊരു ഫോൺ. ബാവ ഇസ് വെയിറ്റിംഗ്. വിളിച്ചതൊരു അജ്ഞാതൻ. അവിടെ ചെന്നപ്പോ മറ്റൊരു ഫോൺ, വേറൊരിടത്തിയല്ല. അവിടെ എത്തിയപ്പോ മീറ്റിംഗ് പ്ലേസ് വീണ്ടും മാറ്റിയിരിക്കുന്നു. ഓരോ തവണയും വിളിച്ചിരുന്നത് ഒരേ ആളായിരുന്നില്ല. പിന്നെ ഞാൻ മംഗലാപുരത്തിന് വിളിച്ചു, ചെറിയച്ഛന്. അവിടെ അതേ ആൻസർ, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഫോണിൽ കിട്ടിയില്ലെങ്കിലും ഞാൻ അന്ന് ഇവളുടെ നാട്ടിലുണ്ടായിരുന്നു, ബാവയുടെ അതിഥിയായി. സത്യത്തിൽ അന്ന് ഇവൾക്കൊരു വിവാഹ സമ്മാനം കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇവളുടെ അഡ്രസ് അറിയില്ല. പ്രസ് ക്ലബിൽ അന്വേഷിക്കാൻ പോയ മൂസാക്കെ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. ക്രിസ്റ്റി, ഹരിപ്രസാദ് എന്നെ അന്വേഷിച്ച് എവിടൊക്കെയോ അലയുകയാവും. ബുദ്ധിമാനാണ് അവൻ. നമ്മുടെ ഈ കള്ള ഫോൺ വിളി അവൻ മനസ്സിലാകും. ഇനി നിന്റെ ഊഴമാണ്. ഹരി വീട്ടിലെത്തരുത്, തടയണം. തടഞ്ഞേ മതിയാവും. കൈവിട്ടു പോകും തോന്നിയാൽ മാർഡാലോ സാലേക്കും. ഇതൊരു ജീവന്റെ പ്രശ്നമാണ്, എന്റെ അല്ല നിന്റെ. തോറ്റുമടങ്ങിയ നീ പിന്നെ ബോംബെ കാണില്ല. ജി ചിണ്ടന്റെ കളി തുടങ്ങി. കാണികളില്ല, റഫറിയില്ല. ഇപ്പുറത്തെ കാണാമറയത്ത് ഞാൻ, അപ്പുറത്ത് നീ. കൃഷ്ണപുരം കോലോത്തെ മഹേന്ദ്രവർമ്മ തമ്പുരാനെ, നീ മാത്രം. മരണം, ദുർമരണം, അതാ ചാരഫലം. പക്ഷേ അതാര്? ഞാനല്ല. ബാബ, വാട്ട് ഹാപ്പൻഡ്? എന്ത് ബാബ, എന്ത് പറ്റി? ലോറൻസേ, പതിറ്റാണ്ടുകളായി നെഞ്ചു തകർക്കുന്ന ഒരു പഴങ്കഥയുണ്ടോ എനിക്ക്? താനതറിയണം.